ഈ ക്ലാസ്സിൽ നമ്മൾ പ്ലാൻ കിങ്ഡത്തിലെ 5ാമത്തെ സെഷനാണ് പഠിക്കുന്നത്. 5ാമത്തെ സെഷനിൽ 4ാമത്തെ ഡിവിഷനായ ജിംനോസ്പേംസ് ആണ് പഠിക്കുന്നത് കേട്ടോ. പ്ലാൻ കിങ്ഡത്തിലെ 4ാമത്തെ ഡിവിഷൻ ജിംനോസ്പേം. ജിംനോസ്പേമിന്റെ അർത്ഥം തന്നെ ജിംനോസ് എന്ന് പറയുന്ന നേക്കഡ് എന്നാണ്, സ്പെർമ എന്ന് പറയുന്ന സീഡ്സ്. നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് ജിംനോസ്പേം എന്ന ഡിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒവ്യൂൾസ് ഓവറി വോൾ കൊണ്ട് കവർ ചെയ്യുന്നില്ല, അത് എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. നമുക്കറിയാലോ ഒവ്യൂൾ അല്ലേ സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഓവറി ഫ്രൂട്ട് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓവറി വോള് ഒവ്യൂളിനെ കവർ ചെയ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രൂട്ട് സീഡിനെ കവർ ചെയ്ത് ഇല്ലാത്തത്. അതുകൊണ്ടാണ് അതിനെ നേക്കഡ് സീഡ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നേക്കഡ് ഫോം സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ടും ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി ഉണ്ടാവില്ല. ഓക്കെ, സോ ഹിയർ സീഡ്സ് that develop post fertilization are not covered, that is called as naked seed. Okay, പോസ്റ്റ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സീഡ് കവർ ചെയ്യാത്ത അതിനെയാണ് നമ്മൾ നേക്കഡ് സീഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒവ്യൂള് സീഡായിട്ട് മാറുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്ന പ്രോസസ്സുമാണ് ഇവിടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ അവിടെ ഓവറി ഇല്ലാത്തത് കൊണ്ട് എന്തില്ല? ഓവറി ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫ്രൂട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ സീഡ് എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും കാണാം. ഓക്കെ, അതാണ് ഇത് നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി ജിംനോസ്പേംസിൽ മീഡിയം സൈസ്ഡ് ട്രീസും ടോൾ ട്രീസും ഷ്രബ്സും ഒക്കെയാണ് വരുന്നത്. ഹെർബ്സ് വരാറില്ല ജിംനോസ്പേമില്. ഓക്കെ, ഒരു ജിംനോസ്പേം നമ്മൾ പഠിക്കുന്ന ജയന്റ് ഏറ്റവും ടോളസ്റ്റ് ടോളസ്റ്റ് ട്രീ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, റെഡ്വുഡ് ട്രീ. റെഡ്വുഡ് ട്രീക്ക് പറയുന്ന വേറൊരു പേരാണ് സീക്കോയിയ. അത് ടോളസ്റ്റ് ട്രീ സ്പീഷീസ് ആണ്, ഏറ്റവും ടോളസ്റ്റ് പ്ലാന്റ്. അപ്പൊ ഏത് ഡിവിഷനിൽ വരുന്ന? ജിംനോസ്പേമിൽ വരുന്നതാണ്. റെഡ്വുഡ് ട്രീ അല്ലെങ്കിൽ സീക്കോയിയ അത് ജിംനോസ്പേമിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ റൂട്ട്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജിംനോസ്പേമില് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുക. ജനറലി അവർക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുക. അതിന്റെ എന്താ പറയാ, ചില പ്ലാന്റ്സിന്റെ റൂട്ടില് ഫംഗൽ അസോസിയേഷൻ, സിംബിയോട്ടിക് അസോസിയേഷൻ കാണാൻ കഴിയും. അതിന് മൈക്കോറൈസൽ അസോസിയേഷൻ എന്നാ പറയാ. അത് ഏത് തരത്തിലുള്ള ജിംനോസ്പേമിലാണെന്നറിയോ? പൈനസിലാണ് മൈക്കോറൈസൽ അസോസിയേഷൻ കാണുന്നത്. അതൊരു ഒബ്ലിഗേറ്റ് മൈക്കോറൈസൽ അസോസിയേഷൻ ആണ് കേട്ടോ. സ്ട്രിക്റ്റ് ആയിട്ട് അതിനകത്ത് മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് ആ സീഡിന്റെ ജെർമിനേഷൻ പോലും നടക്കുള്ളൂ പൈനസിനകത്ത്. അപ്പൊ റൂട്ട്സ് ഓഫ് ജിംനോസ്പേം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. അതിനകത്ത് ചില പ്ലാന്റ്സിന്റെ പ്ലാന്റ്സിൽ ഫംഗസിന്റെ അസോസിയേഷൻ കാണും. അതിന് മൈക്കോറൈസൽ അസോസിയേഷൻ എന്നാണ് പറയുന്നത്. ചിലതില് ചില സ്പെഷ്യലൈസ്ഡ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ടാവും. അത് ചില സ്പെഷ്യലൈസ്ഡ് റൂട്ടിലാണ് കാണുക. കോറലോയിഡ് റൂട്ട് എന്ന് പറയും. അതായത് സൈക്കസ് പോലത്തെ പ്ലാന്റ്സിൽ കോറലോയിഡ് റൂട്ടാണ് കാണുക. ഓക്കെ, അത് നൈട്രജൻ ഫിക്സിംഗ് കോറലോയിഡ് റൂട്ടാണ് കാണുക. ആ കോറലോയിഡ് റൂട്ടിൽ സിംബിയോട്ടിക് അസോസിയേഷൻ ആയിട്ട് നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയ ആണ് ഉണ്ടാവുക. സാധാരണയായിട്ട് അനാബീന, നോസ്റ്റോക്ക് ഇതൊക്കെയാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ട് സൈക്കസിന്റെ റൂട്ടില്, കോർലോയിഡ് റൂട്ടില് കാണാം. ഓക്കെ, ഇനി ഈ ചിലതിന്റെ സ്റ്റെം ഒക്കെ ബ്രാഞ്ച്ഡ് ആയിരിക്കും, ചിലതിന്റെ സ്റ്റെം അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം ഉള്ളത് സൈക്കസ് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന്റെ ഡയഗ്രാം. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം കാണുന്നത് പൈനസിലും സിഡ്രസിലുമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, പേജ് നമ്പർ 39 ഫിഗർ 3-4 ജിംനോസ്പേമിന്റെ സൈക്കസും പൈനസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൈക്കസില് അൺബ്രാഞ്ച്ഡ് സ്റ്റെമ്മും പൈനസില് ബ്രാഞ്ച്ഡ് സ്റ്റെമ്മും ആണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഇനി ലീവ്സ് ചിലപ്പോൾ സിമ്പിൾ ലീവ്സ് ആവാം, ചിലപ്പോൾ കോമ്പൗണ്ട് ലീവ്സ് ആവാം. ചില പ്ലാന്റ്സിൽ സിമ്പിൾ ലീവ്സ് ഉണ്ടാവും, ചില പ്ലാന്റ്സിൽ കോമ്പൗണ്ട് ലീവ്സ് ഉണ്ടാവും. സൈക്കസിന്റെ കേസിൽ അവർക്ക് കോമ്പൗണ്ട് ലീവ്സ് ആണുള്ളത്. സൈക്കസിന് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. അതായത് ഈ തെങ്ങിന്റെ ഒക്കെ ഓല കാണില്ലേ, അതേപോലെയാണ് സൈക്കസിലെ ലീവ്സ് കാണുക. അത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. ഈ ലീവ്സ് കുറെ വർഷങ്ങൾ നിലനിൽക്കും, അതെപ്പോഴും കൊഴിഞ്ഞു പോകുന്ന അല്ല കേട്ടോ. ജിംനോസ്പേമിലെ ഈ സൈക്കസിന്റെ ഒക്കെ ലീവ്സ് എന്ന് പറയുന്നത് വളരെ ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ആണ്, വളരെ തിക്ക് ആയിട്ടുള്ള ലീവ്സ് ആണ്. അതൊക്കെ കുറച്ച് നാളുകൾ, ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ നിലനിൽക്കാൻ കഴിവുള്ളതാണ് കേട്ടോ. അതേപോലെ ജിംനോസ്പേം എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അഡാപ്റ്റേഷൻസും അവർക്കുണ്ട്. അതായത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ ഹ്യൂമിഡിറ്റിയിലും ഹൈ വിൻഡിലും ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ നേച്ചർ ഈ പറയുന്ന ജിംനോസ്പേമിനുണ്ട്. അതുപോലെ കോണിഫേഴ്സിൽ നീഡിൽ ലൈക്ക് ലീഫ്
ആണ്. അത് സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കോണിഫേഴ്സ് എന്ന് പറയുന്നത് പൈനസ് ഒക്കെ കോണിഫേഴ്സിൽ വരുന്നതാണ്. പൈനസിന്റെ ഒക്കെ ലീഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡിൽ പോലത്തെ ലീഫായിരിക്കും. അത് അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കും. അതേപോലെ അവർക്ക് തിക്ക് ക്യൂട്ടിക്കിളും സങ്കൺ സ്റ്റൊമേറ്റ ഉണ്ടാവും. വാട്ടർ ലോസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ ഡയഗ്രം ഒന്ന് കാണിച്ചു തരാം. സി ഹിയർ, ഇതാണ് സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഈ സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് നോക്കിക്കേ, ഇതിന് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. ഇത് ബ്രാഞ്ച്ഡ് അല്ല, കണ്ട ഒരൊറ്റ സ്റ്റെമ്മാണിത്, ഒറ്റ സ്റ്റെമ്മുമ്മയാണ് ഇത് നിൽക്കുന്നത്. ഇത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ സൈക്കസിന്റെ ലീഫൊക്കെ ഒരുപാട് നാൾ നിലനിൽക്കും. നിങ്ങൾ ഇത്തരം ഈ പ്ലാന്റ് കണ്ടിട്ടില്ലേ? ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നട്ടു വളർത്താറുണ്ട് ഈ സൈക്കസിനെയൊക്കെ കേട്ടോ. സൈക്കസിനെ ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നട്ടു വളർത്തുന്ന ഈ ഒരു പ്ലാന്റിൽ ഒന്നുപോലെ മെയിൽ പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും സൈക്കസ് കേട്ടോ. അത് ഡൈഷ്യസ് പ്ലാന്റ് ആണ്. സൈക്കസ് ഒരു ഡൈഷ്യസ് പ്ലാന്റ് ആണ്. ഇത് ഒന്നുപോലെ മെയിൽ സ്ട്രോബിലസ് ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ കോൺ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ കോൺ ആയിരിക്കും. നമുക്ക് പറയാം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഹിയർ വി ക്യാൻ സി പൈനസ്. പൈനസിന് ബ്രാഞ്ച്ഡ് സ്റ്റെം ആണ് ഉണ്ടാവുക, കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതേപോലെ ഓരോ ബ്രാഞ്ചിലും ഓരോ ഇതിന്റെ ഇലകൾ നോക്കിക്കേ, നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് ഇതിന്. അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാനും അതേപോലെ തന്നെ അതിന്റെ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. അതേപോലെ ഓരോ ബ്രാഞ്ചിലും ഓരോ തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും കാണുക. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും. പക്ഷെ എന്താണെങ്കിലും ഒരു പ്ലാന്റിൽ ബൈസെക്ഷൽ പ്ലാന്റ് ആയിരിക്കും അത്. അതായത് അവര് മൊണീഷ്യസ് പ്ലാന്റ് ആയിരിക്കും പൈനസ്. പക്ഷെ സൈക്കസ് എങ്ങനെയാണ്? ഡൈഷ്യസ് പ്ലാന്റ് ആണ് കേട്ടോ. അതേപോലെ ഇവര് സ്റ്റൊമേറ്റ വന്ന സങ്കൻ സ്റ്റൊമേറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സീ ദ നെക്സ്റ്റ്. Gymnosperm, gymnos means naked, sperma means seeds, are plants in which the ovules are not enclosed by any ovary wall and remain exposed both before and after fertilization. Before fertilization, ovule exposed ആയിരിക്കും. After fertilization, seed exposed ആയിരിക്കും. The seeds that develop post fertilization are not covered, that is, are naked. Gymnosperms include medium-sized trees or tall trees and shrubs. One of the gymnosperm, the giant redwood tree Sequoia, is one of the tallest tree species. The roots are generally taproot. Root in some genera have fungal association in the form of mycorrhiza. It is seen in Pinus. While in some others, cycas, small specialized roots called coralloid roots are association with nitrogen-fixing cyanobacteria. Nostoc, Anabino ഒക്കെയാണ് ഈ പറയുന്ന കോറലോയിഡ് റൂട്ടിൽ കാണുന്നത്. Stem are unbranched in cycas or branched in Pinus, Cedrus. Cedrusലും Pinusലും ഒക്കെ branched stem ആണ് കാണുക. Leaves may be simple or compound leaves. In cycas, the pinnate leaves persist for a few years. The leaves in gymnosperms are well adapted to withstand extreme of temperature, humidity and wind. In conifers, the needle-like leaves reduce the surface area. Their thick cuticle and sunken stomata also help to reduce the water loss. Next, ജിംനോസ്പേംസ് ഹെട്രോസ്പോറസ് ആണ്. അവർ ഹാപ്ലോയിഡ് മൈക്രോസ്പോറും അതേപോലെ മെഗാസ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടെറിഡോഫൈറ്റില് നമ്മൾ കുറച്ച് ഓർഗാനിസത്തിൽ സെലാജിനെല്ല, സാൽവീനിയ, മാർസീലിയ, അസോള ഇതിനകത്തൊക്കെയാണ് ഹെട്രോസ്പോർസ് കണ്ടത്, രണ്ട് തരത്തിലുള്ള സ്പോർസ് കണ്ടത്. ജിംനോസ്പേമിലെ എല്ലാത്തിനകത്തും രണ്ട് തരത്തിലുള്ള സ്പോറാണ്, ഒന്ന് മൈക്രോസ്പോറും ഒന്ന് മെഗാസ്പോറും. ഈ രണ്ട് തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ്. ടെറിഡോഫൈറ്റിലും സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഈ പറയുന്ന സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കേസിൽ, ജിംനോസ്പേമിന്റെ കേസിൽ സ്പൊറാഞ്ചിയ രണ്ട് തരത്തിലുണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ, മെഗാസ്പൊറാഞ്ചിയ ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയെന്ന് മൈക്രോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യും, മെഗാസ്പൊറാഞ്ചിയെന്ന് മെഗാസ്പോറും പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സ്പൊറാഞ്ചിയ അറേഞ്ച് ചെയ്തേക്കുന്നത് സ്പോറോഫിൽസിലാണ്. മറ്റേ ടെറിഡോഫൈറ്റിലെ പോലെ തന്നെ ഇവിടെ സ്പോറോഫിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇക്യുസീറ്റത്തിലും സെലാജിനെല്ലയിലും മാത്രമാണ് അവിടെ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസ് ഫോമിൽ അത് അറേഞ്ച് ചെയ്യുന്നത്, ഈ സ്പോറോഫിൽസ്. പക്ഷെ ജിംനോസ്പേമിന്റെ കേസിൽ ഇതെല്ലാം സ്പോറോഫിൽ എല്ലാം അടുക്കടുക്കായിട്ട് അതൊരു കമ്പാക്ട് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ ആയിട്ടാണ് ജിംനോസ്പേമിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആ ഒരു ഡെവലപ്പിംഗ് ക്യാരക്ടർ ജിംനോസ്പേമിൽ അപ്പിയർ ചെയ്യുന്നുണ്ടോ? ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ്, കംപ്ലീറ്റ് ജിംനോസ്പേമോ ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റാ കാണിക്കുന്നത്. കംപ്ലീറ്റ് ജിംനോസ്പേമിലും സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ നേച്ചർ കാണിക്കുന്നുണ്ട് അല്ലെ. ഈ സ്ട്രോബിലസിൽ ഒന്നുപോലെ സ്ട്രോബിലസ് മൈക്രോസ്പോറോഫിൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി
ബി മെയ്ഡ് വിത്ത് മെഗാസ്പോറോഫിൽ. ഇപ്പൊ മെഗാസ്പൊറാഞ്ചിയ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പോറോഫിൽ ആണെങ്കിൽ അതിനെ മെഗാസ്പോറോഫിൽ നിന്നും മൈക്രോസ്പൊറാഞ്ചിയ കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ മൈക്രോസ്പോറോഫിൽ നിന്നും പറയും. അപ്പൊ മൈക്രോസ്പോറോഫിലുള്ളത് എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയ. ഈ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ മെയിൽ കോൺ എന്നൊക്കെയാണ് ആ സ്ട്രോബിലസ് എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോസ്പൊറാഞ്ചിയ കണ്ടെയ്ൻ ചെയ്യുന്ന മൈക്രോസ്പോറോഫിൽസ് ഉള്ള ആ വലിയ കമ്പാക്ട് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ കോണിനെ നമ്മൾ പറയുന്നത് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലി അല്ലെങ്കിൽ മെയിൽ കോൺ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് കോൺ എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, ഈ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെയിൽ ഗ്യാമീറ്റോഫൈറ്റിക് ജനറേഷനിലേക്കാണ്. മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ മൈക്രോസ്പോർ മദർ സെൽ ഇരിക്കുന്നുണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെൽ എന്ത് ചെയ്യുന്നറിയോ? മിയോട്ടിക് ഡിവിഷൻ നടത്തും. മൈക്രോസ്പോർ മദർ സെൽ ഇറ്റ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. സീ ഹിയർ, മൈക്രോസ്പോർ മദർ സെൽ ഇറ്റ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ മൈക്രോസ്പോർ. ഈ ഓരോ മൈക്രോസ്പോറും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഈ ഓരോ മൈക്രോസ്പോറും ഹാപ്ലോയിഡ് ആണ്. ഈ ഓരോ ഹാപ്ലോയിഡ് മൈക്രോസ്പോറും ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഓരോ പോളൻ ഗ്രെയിനെയാണ് നമ്മൾ എന്ത് പറയാ? മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോ മൈക്രോസ്പൊറാഞ്ചിയയിൽ ഇരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ല് മൈക്രോസ്പോർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഹിയർ ദിസ് വി ക്യാൻ സേ ആസ് മൈക്രോസ്പോർ മദർ സെൽ. ഇത് മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഈ മൈക്രോസ്പോർ മദർ സെൽ എന്ത് നടക്കുന്നറിയോ? മിയോസിസ് നടക്കും. ഇത് മിയോസിസ് നടന്ന് മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഈ മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് എല്ലാം ഹാപ്ലോയിഡ് ആണ് കേട്ടോ. മൈക്രോസ്പോർസ് എല്ലാം ഹാപ്ലോയിഡ് ആണ്. ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. അതിനകത്ത് 2 വട്ടമൊന്നുമില്ല, ഒരെണ്ണം ഉള്ളൂ. അപ്പൊ ഈ 4 മൈക്രോസ്പോർസ് ഉണ്ടാവും. 4 മൈക്രോസ്പോർസിനും ഓരോ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് വീതം ഉണ്ടാവും. ഈ ഓരോ മൈക്രോസ്പോറും എന്താവുന്നറിയോ? ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഓരോ പോളൻ ഗ്രെയിനകത്തും നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവും. ആ ഓരോ സെല്ലും എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ആ പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരു സ്ട്രക്ചറാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഓരോന്നും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻ എന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ആ പോളൻ ഗ്രെയിനെയാണ് നമ്മൾ എന്ത് പറയാ? മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയാം. ഇവിടെ മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പോളൻ ഗ്രെയിൻ ആണ്. മെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഓക്കെ, അപ്പോ ഈ മെയിൽ സ്ട്രോബിലസിൽ ഉള്ള മൈക്രോസ്പൊറാഞ്ചിയയിലിരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും മൈക്രോസ്പോർസ് ഉണ്ടാവുകയും ഈ മൈക്രോസ്പോർ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് നമ്പർ സെൽസ് ഉണ്ടാവുള്ളൂ കേട്ടോ. പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ പോളൻ ഗ്രെയിനെയാണ് മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ മെയിൽ ഗ്യാമീറ്റോഫൈറ്റിന്റെ ഉള്ളിൽ ഒരു സെല്ലാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മെയിൽ ഗ്യാമീറ്റോഫൈറ്റിന്റെ ഉള്ളിലെ ഒരു സെല്ലാണ് മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മെയിൽ ഗ്യാമീറ്റ് ആണ് എന്ത് ചെയ്യുന്ന? ഫെർട്ടിലൈസേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ ടേക്ക് പ്ലേസ് ഇൻ ദ മൈക്രോസ്പൊറാഞ്ചിയ. മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ നടക്കുന്നത്. അതേപോലെ മെഗാസ്പോറോഫിൽസ് ബെയർ ചെയ്യുന്ന കോൺ, അതിന് മെഗാസ്പൊറാഞ്ചിയ, അതിൽ മെഗാസ്പോറോഫിൽസ് ഉള്ള ആ കോണിനെ നമ്മൾ ഫീമെയിൽ കോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് എന്ന് പറയും, അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രോബിലസ് എന്നൊക്കെ പറയും കേട്ടോ. മെഗാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രോബിലസ് അല്ലെങ്കിൽ ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ്, അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന മെഗാസ്പൊറാഞ്ചിയ കണ്ടെയ്ൻ ചെയ്യുന്ന കോണിനെ നമ്മൾ പറയുന്നത്. മെഗാസ്പൊറാഞ്ചിയ കണ്ടെയ്ൻ ചെയ്യുന്ന മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ എന്തുണ്ട്? മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മെഗാസ്പോർ ആയിട്ട് മാറും. ഞാൻ വരച്ച് കാണിച്ചു തരാം. സീ ഹിയർ, ഈ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒവ്യൂൾ ആണ് കേട്ടോ. മെഗാസ്പൊറാഞ്ചിയക്ക് പറയുന്ന വേറൊരു പേരാണ് ഒവ്യൂൾ. ഈ ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ഒരു കവറിംഗ് ഉണ്ടാവും കേട്ടോ. ഈ കവറിങ്ങിന് നമ്മൾ ഇൻറ്റെഗ്യുമെന്റ് എന്നാ പറയാ. ഈ ഒരു കവറിങ്ങിന് നമ്മൾ ഇൻറ്റെഗ്യുമെന്റ് എന്നാണ് പറയാ. ഇതിന്റെ കവറിങ്ങിന് നമ്മൾ ഇൻറ്റെഗ്യുമെന്റ് എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ കുറേ ന്യൂസെല്ലാർ സെൽസ് ആണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സെൽസിന് നമ്മൾ പറയുന്നത് ന്യൂസെല്ലാർ സെൽസ് എന്നാണ്. ഇതിനകത്തുനിന്ന് ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യപ്പെടും. ഒരു സെല്ല് എന്തായിട്ട് സെലക്ട് ചെയ്യും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യും. ഞാൻ ആ മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യുന്നതിന് ഞാൻ റെഡിൽ വരയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോ അടുത്ത സ്റ്റേജിൽ ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടക്കും. ഈ മെഗാസ്പോർ മദർ സെല്ല് എന്ത് നടക്കും? മിയോസിസ് നടക്കും. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഈ യുണീ ടെക്നിക് അല്ലെങ്കിൽ ഒരു ഇൻറ്റെഗ്യുമെന്റ് കവർ ചെയ്തിട്ടുള്ള ഒവ്യൂൾ അല്ലെങ്കിൽ
മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളില് ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടാവും. ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടാവും. ബാക്കിയൊക്കെ എന്താണ്? ന്യൂസെല്ലാർ സെൽസ് ആണ്. ഇതിന്റെ ചുറ്റും എന്താണ് ഇരിക്കുന്നത്? ന്യൂസെല്ലാർ സെൽസ് ആണ് ഇരിക്കുന്നത്. ഈ ന്യൂസെല്ലാർ സെൽസിന് യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഒരു മെഗാസ്പോർ പിന്നെയും ഡിവിഷൻ നടത്താൻ തുടങ്ങും. ഒരു മെഗാസ്പോർ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്താൻ തുടങ്ങും. അപ്പൊ അടുത്ത സ്റ്റേജിൽ എങ്ങനെയായിരിക്കും അറിയോ? സീ ഹിയർ, ഇവിടെ ഈ ന്യൂസെല്ലസിനെ എല്ലാം യൂസ് ചെയ്യപ്പെടും. എന്നിട്ട് ഈ ഒരു സിംഗിൾ മെഗാസ്പോർ ഇങ്ങനെ ഇരുന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ സിംഗിൾ മെഗാസ്പോർ കൊണ്ട് നിറയും. ഈ മെഗാസ്പോർസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താണ്? അവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്, അല്ലെ? ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. അതിനകത്ത് 1-2 സെല്ല് ആർക്കിഗോണിയൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. 1-2 സെല്ല് എന്തായിട്ട് ആക്ട് ചെയ്യും? ആർക്കിഗോണിയൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അത് ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് ആർക്കിഗോണിയൽ സെൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ചിലപ്പോൾ 3 ഒക്കെ ആവാം കേട്ടോ. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്നാണ് പറയാ. ഇതാണ് ഇതിന്റെ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കിഗോണിയൽ സ്ട്രക്ചർ ആണ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സി, ഇതിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന മെഗാസ്പൊറാഞ്ചിയാണ്. മെഗാസ്പൊറാഞ്ചി ഇരിക്കുന്ന മെഗാസ്പോറോഫിൽ എന്ന ലീഫിന്റെ ഉള്ളിലാണ്. ഈ മെഗാസ്പോറോഫിൽ എല്ലാം കൂടിയിട്ട് ഒരു കോൺ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നതിന് നമ്മൾ മെഗാസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ കോൺ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. മെഗാസ്പൊറാഞ്ചിയേറ്റ് കോൺ അല്ലെങ്കിൽ ഫീമെയിൽ കോൺ, അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രോബിലസ് അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ്, അങ്ങനെയാണ് പറയാം. ഇതിനകത്ത് ഈ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നതിന് ഒരു ഓൾട്ടർനേറ്റ് നെയിമാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒവ്യൂളിനാണ് നമ്മൾ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി ഒന്നും ഇല്ല, അവർക്കൊരു മെംബ്രെയിൻ കവറിംഗ് ഉള്ളൂ. അതാണ് ഇൻഡെഗ്യുമെന്റ്. ഈ ഇൻഡെഗ്യുമെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇതിനകത്ത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പക്ഷെ 2 ഇൻഡെഗ്യുമെന്റ് ഉണ്ട് ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയനെ കവർ ചെയ്തിട്ട്. ഇവർക്ക് സിംഗിൾ ഇൻഡെഗ്യുമെന്റ് ഉള്ളൂ, ഒറ്റ ഇൻഡെഗ്യുമെന്റ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് യൂണിടെക്മിക് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. യൂണിടെക്മിക്, ഒറ്റ ഇൻഡെഗ്യുമെന്റ് ഉള്ളത് യൂണിടെക്മിക് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സെൽസിനെ നമ്മൾ ന്യൂസെല്ലാർ സെൽസ് എന്നാ പറയാ. ഈ ന്യൂസെല്ലാർ സെല്ലിൽ ഒരെണ്ണം മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 മെഗാസ്പോർസ് ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാക്കുകയും ചെയ്യും. ബാക്കി ന്യൂസെല്ലസ് ഒക്കെ എന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഈ ന്യൂസെല്ലസിനെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഒരു മെഗാസ്പോർ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തും. കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുമ്പോൾ ഈ ന്യൂസെല്ലാർ സെൽസ് മുഴുവൻ അത് യൂസപ്പ് ചെയ്യും. ഈ ഒവ്യൂളിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആ മെഗാസ്പോർ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന സെൽസായിട്ട് മാറുകയും ചെയ്യും. അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന 2-3 സെൽസ് അല്ലെങ്കിൽ 1-2 സെൽസ് ആർക്കിഗോണിയൽ സെൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ എൻറ്റയർ സ്ട്രക്ചറിനെ നമ്മൾ ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്നാണ് പറയാ. ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇപ്പൊ എന്താണ്? ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ് കേട്ടോ. ഇതിനകത്ത് ഈ 2 ആർക്കിഗോണിയൽ സെൽസ് അല്ലെങ്കിൽ 3 ആർക്കിഗോണിയൽ സെൽസ് അല്ലെങ്കിൽ സിംഗിൾ ആർക്കിഗോണിയൽ സെല്ലാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അതിന്റെ എഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയൊന്ന് നോക്കാം. ഇവിടെ എഴുതി വെച്ചേക്കുന്ന എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സി ഹിയർ, ദ മെയിൽ ഓർ ഫീമെയിൽ കോൺ, അതായത് പൈനസിന്റെ കേസിൽ അത് ഒരേ ട്രീയിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് അതൊരു മൊണീഷ്യസ് പ്ലാന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സൈക്കസിന്റെ കേസിൽ ഈ മെയിൽ കോൺ മെയിൽ പ്ലാന്റിലും ഫീമെയിൽ കോൺ ഫീമെയിൽ പ്ലാന്റിലും ആയിട്ടായിരിക്കും കാണാം. ഓക്കെ, അത് സെപ്പറേറ്റ് പ്ലാന്റിലായിരിക്കും കാണാം. ഇനി മെഗാസ്പോർ മദർ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിനകത്ത് ഡിഫറൻഷിയേറ്റ് ഫ്രം വൺ ഓഫ് ദ ന്യൂസെല്ലാർ സെൽ, അതായത് മെഗാസ്പോർ മദർ സെല്ല് ഒരു ഗ്രൂപ്പ് ന്യൂസെല്ലാർ സെല്ലിൽ നിന്ന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ ഒന്ന് അത് സെലക്ട് ചെയ്യപ്പെടുകയാണ്. എന്തായിട്ട്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടക്കും കേട്ടോ. ന്യൂസെല്ലസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു എൻവലപ്പ് ഉണ്ട്. ആ ന്യൂസെല്ലസിനെ പ്രൊട്ടക്ട് ചെയ്ത ആ എൻവലപ്പോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന പേര് ഒവ്യൂൾ എന്നാണ് കേട്ടോ. ആ ഒവ്യൂളിനെ തന്നെയാണ് ഇവിടെ മെഗാസ്പൊറാഞ്ചിയ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒവ്യൂള് മെഗാസ്പോറോഫിലാണ് കാണുക. അത് ഒരു ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു ഫീമെയിൽ കോണാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ഫീമെയിൽ സ്ട്രോബിലസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ഈ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 4
മെഗാസ്പോർ ഉണ്ടാവും. ഈ ചുമന്ന 4 മെഗാസ്പോർസ് അതാണ്. അതിനകത്ത് ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആവും. കണ്ടോ, ഈ ഒരു മെഗാസ്പോർ കുറേ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് കുറേ ഇതേ ചുമന്ന സെൽസ് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 2 അതിൽ കൂടുതലോ ആർക്കിഗോണിയാസ് ഉണ്ടാവാം. ഈ എൻറ്റയർ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് അതിന്റെ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചറിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന 2 ആർക്കിഗോണിയ. ഈ 2 ആർക്കിഗോണിയാണ് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് എഗ് പോലെ ആക്ട് ചെയ്യുന്ന ഈ 2 ആർക്കിഗോണിയാണ്. ഇനി ഇതിന്റെ ചുറ്റുമിരിക്കുന്ന ഏത് തരത്തിലുള്ള സെല്ലാണ്? മെഗാസ്പോറ്, മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഉണ്ടായിട്ടുള്ള മെഗാസ്പോറ്. ആ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടുണ്ടായിട്ടുള്ള ഹാപ്ലോയിഡ് സെൽസ് തന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ട്രക്ചർ പിന്നീട് ഈ ഫീമെയിൽ ഗാമീറ്റ് മെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ സൈഗോട്ട് ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത് ഈ പറയുന്ന സെൽസ് ആണ് കേട്ടോ. ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള പെരിഫറൽ സെൽസ്, അത് ഹാപ്ലോയിഡ് സെൽസ് ആണ്. ആ ഹാപ്ലോയിഡ് സെൽസ് അവിടെ എൻഡോസ്പേം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ഹാപ്ലോയിഡ് സെൽസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? എൻഡോസ്പേം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ശരിക്കും എൻഡോസ്പേം ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ എൻഡോസ്പേം എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്ലോയിഡ് സെൽസ് ആണ്. അതായത് സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നറിഷ്മെന്റ് കൊടുക്കുന്ന ട്രിപ്ലോയിഡ് സെൽസ് ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇവിടെ ഹാപ്ലോയിഡ് സെൽസ് ആണ് എൻഡോസ്പേം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻജിയോസ്പേമിന്റെ കേസിലാണെങ്കിൽ അത് ട്രിപ്ലോയിഡ് സെൽസ്, അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്ലോയിഡ് സെൽസ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഫെർട്ടിലൈസേഷന് മുമ്പ് തന്നെ, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എൻഡോസ്പേം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ഹാപ്ലോയിഡ് എൻഡോസ്പേം ആണ് കേട്ടോ. ഈ എൻഡോസ്പേം എങ്ങനെയാണ്? ഹാപ്ലോയിഡ് എൻഡോസ്പേം ആണ്. എൻഡോസ്പേം വന്നിട്ട് ഹാപ്ലോയിഡ് എൻഡോസ്പേം ആണ്. അതിന്റെ പ്ലോയിഡി വന്നിട്ട് N ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കിഗോണിയയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ആർക്കിഗോണിയ സ്ട്രക്ചർ ഉണ്ടാകുന്നത് മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂളി എന്നാണ്. അതിനൊരു കവറിംഗ് ഉണ്ട്, അതിന് ഇന്റഗ്യുമെന്റ് എന്ന് പറയും. സിംഗിൾ ഇന്റഗ്യുമെന്റ് ആയതുകൊണ്ട് യൂണിടെക്മിക് എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലിരിക്കുന്ന കുറെ ന്യൂസെല്ലാർ സെൽസ് ഉണ്ട്. ന്യൂസെല്ലാർ സെൽസ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, അത് ഓൾറെഡി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞതാണ്. ആ ന്യൂസെല്ലാർ സെൽസ് ഇതിന്റെ അകത്ത് ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുകയും അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് മിയോട്ടിക് ഡിവിഷൻ വഴി 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 മെഗാസ്പോർ ഉണ്ടാക്കുകയും ചെയ്യും. അതിനകത്ത് ഒരു മെഗാസ്പോർ ഫംഗ്ഷണൽ ആയി നിന്നുകൊണ്ട് അത് പിന്നീട് ഒരുപാട് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തും. അന്നേരം ആ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുമ്പോൾ അതിന്റെ പെരിഫറിയിൽ ഇരിക്കുന്ന ന്യൂസെല്ലാർ സെല്ലിനെ അത് കൺസ്യൂം ചെയ്യും, ന്യൂസെല്ലാർ സെല്ലിനെ തീർത്ത് കളയുകയും ചെയ്യും. അപ്പൊ ഈ മെഗാസ്പോർ ഈ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി ഹാപ്ലോയിഡ് സെൽസ് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിറയും. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ ഇനി മെഗാസ്പൊറാഞ്ചിയനെ നമ്മൾ എന്താ പറയാ? ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്നാ പറയാ. ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചറിന്റെ 2 അതിൽ കൂടുതലോ സെൽസ് വന്നിട്ട് ആർക്കിഗോണിയ അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഫീമെയിൽ ഗാമീറ്റ് മെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുമ്പോൾ ഇതിന്റെ ചുറ്റുപാടും ഇരിക്കുന്ന ഹാപ്ലോയിഡ് സെൽസ് ആണ് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റുമുള്ള ഈ ഹാപ്ലോയിഡ് സെൽസിന് നമ്മൾ എൻഡോസ്പേം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ പ്ലോയിഡി വന്നിട്ട് ഹാപ്ലോയിഡ് ആണ്. ഇവിടെ എൻഡോസ്പേം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ജിംനോസ്പേമിന്റെ കേസിലാണ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോളാം കേട്ടോ. അപ്പോൾ മെഗാസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ട് മാറും. അതിനകത്ത് 2 അതിൽ കൂടുതലോ ആർക്കിഗോണിയോ ഉണ്ടാവും. അതാണ് ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ഇരിക്കുന്നത് എവിടെയാ? മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യും. അത് പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊന്നും കിട്ടില്ല. അതേപോലെ തന്നെ പോളൻ ഗ്രെയിനും അങ്ങനെ തന്നെയാണ്. മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കും, അത് പാകമാകുമ്പോഴാണ് അത് പ്ലാന്റിൽ നിന്ന് പൊട്ടി പുറത്തു പോകുന്നത്. ഓക്കെ, ഇനി ബ്രയോഫൈറ്റിനെയും ടെറിഡോഫൈറ്റിനെയും അല്ലാതെ ജിംനോസ്പേമില് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഒരു ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് എക്സിസ്റ്റൻസ് കാണിക്കുന്നില്ല. അതായത് ഇപ്പൊ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിനും ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചറുമാണ് അല്ലെ. പോളൻ ഗ്രെയിൻ വന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻ മൂത്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എങ്ങോട്ട് ലിബറേറ്റ് ചെയ്യും? അത് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. പുറത്തേക്ക് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ ലൈഫ് സ്പാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചത്തുപോകും. അതിനു മുമ്പ് അത് പോളിനേഷൻ നടക്കണം, എന്നാൽ മാത്രമാണ്
പിന്നീട് അത് റിമെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ പോളിനേഷൻ നടന്നാൽ എന്തായി, ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആർക്കിഗോണിയൽ സ്ട്രക്ചറിന്റെ ഉള്ളിലിരിക്കുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആർക്കിഗോണിയായിട്ട് കമ്പൈൻ ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും അല്ലെ. അപ്പോൾ അവിടെ ഡിപ്ലോയിഡ് കണ്ടീഷനാണ് നമുക്ക് പ്രോമിനന്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും ഗ്യാമീറ്റോഫൈറ്റ് മെച്ചുർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പോറോഫൈറ്റിനെ ഗ്യാമീറ്റോഫൈറ്റ് മെച്ചുർ ആയി കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പുറത്ത് സർവൈവ് ചെയ്യില്ല ചെയ്യുന്നത്, സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രയോഫൈറ്റിനെയും ടെറിഡോഫൈറ്റിനെയും പോലെ നമുക്ക് ഗ്യാമീറ്റോഫൈറ്റിന് ഒരു ഫ്രീ ലിവിംഗ് എക്സിസ്റ്റൻസ് കാണാൻ കഴിയില്ല. ബ്രയോഫൈറ്റിന്റെ മേജർ പ്ലാന്റ് ബോഡി ഫ്രീ ലിവിംഗ് അല്ലേ, ടെറിഡോഫൈറ്റിന്റെ പ്രോതാലസ് ഫ്രീ ലിവിംഗ് അല്ലേ. അതേപോലെ ഫ്രീ ലിവിംഗ് ആവണമെങ്കിൽ അവർ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, വാട്ടറിന്റെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. പോളൻ ഗ്രെയിൻ ഇത് രണ്ടും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ ആർക്കിഗോണിയൽ സ്ട്രക്ചറിനും ഇത് രണ്ടും ചെയ്യാൻ കഴിയില്ല. അത് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഗ്യാമീറ്റോഫൈറ്റ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും, ഈ പോളൻ ഗ്രെയിനും അതേപോലെ തന്നെ ആർക്കിഗോണിയൽ സ്ട്രക്ചറും രണ്ട് സ്പൊറാഞ്ചിയയുടെ ഉള്ളില്, സ്പോറോഫൈറ്റിന്റെ ഉള്ളിലെ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്ന കാണാം. അതായത് അവിടെ തന്നെ നിലനിൽക്കുന്നത് കാണാം. പോളൻ ഗ്രെയിൻ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യും വെൻ ദേ ആർ മെച്ചുവർ. അത് ക്യാരി ചെയ്യുന്നത് എയർ കറന്റ് വഴിയാണ്. എയർ കറന്റ് വഴിയാണ് അത് ക്യാരി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ആനിമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് നടക്കുന്നത്. ആനിമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് നടക്കുക. ആനിമോഫിലിക് പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിൻഡ് പോളിനേഷൻ ആണ് നടക്കുക. ഓക്കെ, അത് ഒവ്യൂളിന്റെ ഓപ്പണിംഗ് റീജിയനിൽ വന്ന് കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ മെഗാസ്പോറോഫിലാണ് ഈ ഒവ്യൂൾ ഇരിക്കുന്ന. ഒവ്യൂളിന്റെ ഓപ്പണിംഗ് റീജിയൻ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിന് ഈ ഇന്റഗ്യുമെന്റ് കവർ ചെയ്യാത്ത ഒരു ചെറിയ റീജിയൻ കാണും. ആ വഴിയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ എൻറ്റർ ഇൻസൈഡ് ദ ആർക്കിഗോണിയൽ സ്ട്രക്ചർ. ഓക്കെ, ഇത് എയർ കറന്റ് വഴി ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒവ്യൂളിന്റെ അവിടെ വരും. അത് മെഗാസ്പോറോഫിലാണ് ഇരിക്കുന്നത്. ഈ പോളൻ ട്യൂബ് ക്യാരി ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റ് എന്നിട്ട് ആർക്കിഗോണിയ, ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന ആർക്കിഗോണിയയിലേക്ക് ഗ്രോ ചെയ്യും. എന്നിട്ട് അതിന്റെ ആർക്കിഗോണിയയുടെ ഉള്ളിലേക്ക് അതിന്റെ മെയിൽ ഗ്യാമീറ്റിനെ ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഒവ്യൂളിന്റെ എൻട്രൻസിൽ വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പോളൻ ട്യൂബ് വഴിയാണ്. പോളൻ ഗ്രെയിൻ വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്ന എന്ത് വഴിയാണ്? പോളൻ ട്യൂബ് വഴിയാണ്. കണ്ടോ, ഈ പോളൻ ട്യൂബ് വഴിയാണ് മെയിൽ ഗ്യാമീറ്റ് ആർക്കിഗോണിയയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ പോളൻ ട്യൂബ് വഴി മെയിൽ ഗ്യാമീറ്റ് ആർക്കിഗോണിയയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിന് സിഫോണോഗ്യാമി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സിഫോണോഗ്യാമി. സിഫോണോഗ്യാമി എന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബ് വഴി മെയിൽ ഗ്യാമീറ്റ് ആർക്കിഗോണിയയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനാണ് സിഫോണോഗ്യാമി എന്ന് പറയുന്നത്. അപ്പൊ സിഫോണോഗ്യാമി വഴി മെയിൽ ഗ്യാമീറ്റ് ആർക്കിഗോണിയയിലേക്ക് എത്തും. അവിടെ വെച്ച് അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഷൻ ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് ഇവിടെ കാണുന്ന ഹാപ്ലോയിഡ് എൻഡോസ്പെർമിന്റെ പ്രസൻസിൽ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, ഒവ്യൂള് സീഡായിട്ട് മാറും. ഈ സീഡിന് കവറിംഗ് ഉണ്ടാവില്ല, കാരണം അവിടെ ഓവറി ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഞാനപ്പോൾ പറഞ്ഞുതരാം. Gymnosperms are heterosporous. They produce haploid microspore and megaspores. The two kinds of spores are produced within sporangia that are borne on sporophyll, which are arranged spirally along an axis to form a lax or compact strobili or cones. The strobili bearing microsporophyll and microsporangia are called microsporangiate or male strobili. The microspores develop into male gametophytic generation, which is highly reduced and is confined to only a limited number of cells. This reduced gametophyte is called as pollen grain. The development of pollen grain take place within the microsporangia. The cones bearing megasporophyll with the ovule or megasporangia are called macrosporangiate or female strobili. The male or female cones or strobili may be borne on the same tree
that is pinus, it is monoecious. However, in cycas, male cones and megasporophyll are born on different trees, that is dioecious plant or unisexual plant. The megaspore mother cell is differentiated from one of the cell of the nucellus in megasporangia. The nucellus is protected by envelope and the composite structure is called an ovule. The ovules are born on megasporophyll which may be clustered to form the female cone. The megaspore mother cell divide meiotically to form 4 megaspore. One of the megaspore enclosed within the megasporangium develop into a multicellular female gametophyte that bears 2 or more archegonia or female sex organ. The multicellular female gametophyte is also retained within the megasporangium. Unlike bryophyte and pteridophyte, in gymnosperm, the male and female gametophytes do not have an independent free-living existence. They remain within the sporangia retained on the sporophyte. The pollen grain is released from the microsporangium. They are carried in air current and come in contact with the opening of the ovule borne on megasporophylls. The pollen tube carrying the male gamete grows towards the archegonia in the ovules and discharge their contents near the mouth of the archegonia. Following fertilization, zygote develops into an embryo and the ovule into seed. These seeds are not covered. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓർഗാനിസത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോറോഫൈറ്റി പ്ലാൻ ബോഡിയാണ് ഉള്ളത്. ഈ സ്പോറോഫൈറ്റി പ്ലാൻ ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള മെഗാസ്പൊറാഞ്ചിയം മൈക്രോസ്പൊറാഞ്ചിയം ഡിപ്ലോയിഡ് കണ്ടീഷൻ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ ഈ മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ ആർക്കിഗോണിയൽ സ്ട്രക്ചർ ഹാപ്ലോയിഡ് ആണ്. പക്ഷേ അത് മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന ഒരു മൈന്യൂട്ട് സ്ട്രക്ചറാണ്, സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. നമുക്കത് കാണാൻ തന്നെ കിട്ടില്ല. അത് മെച്ചുവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ മെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് താഴത്തേക്ക് വീണ് പോവുകയാണ് ചെയ്യുക. അതായത് അത് ലിബറേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹാപ്ലോയിഡ് സ്റ്റേജ് ഈ പ്ലാന്റിൽ നമുക്ക് കാണാനായിട്ട് കിട്ടില്ല. ഈ പോളൻ ഗ്രെയിനും അതേപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയൽ സ്ട്രക്ചർ മെച്ചുവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്യൂസ് ചെയ്ത് നേരെ സൈഗോട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലാന്റിലെ ഏതൊരു സെല്ലെടുത്ത് നോക്കിയാലും ആർക്കിഗോണിയൽ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് കിട്ടാത്തൊരു സ്ട്രക്ചറാണ്. പോളൻ ഗ്രെയിനും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിഡോമിനന്റ്ലി നമ്മൾ കാണുന്ന അവർക്ക് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്. അപ്പൊ അവരുടെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന മേജർലി എന്താണ്, ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ബ്രയോഫൈറ്റിലെയും ടെറിഡോഫൈറ്റിലെയും പോലെ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും രണ്ട് കണ്ടീഷനും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഗാമീറ്റോഫൈറ്റിന് ഒരിക്കലും ഫ്രീ ലിവിംഗ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിളാണ് ജിംനോസ്പേം കാണിക്കുന്നത് എന്ന് പറയാം. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത് സൈക്കസ്, പൈനസ്, ഗിങ്കോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ജിംനോസ്പേമിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ആൻജിയോസ്പേം പഠിക്കാം.